ഇതിൽ രണ്ട് ഉപേക്ഷകളുണ്ട്. ഒന്ന്, ആദ്യം തന്നെ മഠത്തിനെ ഉപേക്ഷിക്കുന്നു, പിന്നെ മതവും ഉപേക്ഷിച്ചല്ലോ. ഈ മഠം ഉപേക്ഷിക്കുന്നതിന് ശേഷം മതം ഉപേക്ഷിക്കുന്ന അവിടെ വരെ എത്തുന്ന വഴി, ആ ഒരു വഴിയെപ്പറ്റി, ചിന്തകളെ പറ്റി പറയാൻ കഴിയുമോ? ഈ പുസ്തകത്തിൽ ഓൺലി 1 പാരഗ്രാഫേ ഉള്ളൂ, 1 or 2 പ്ലേസസ് ഞാൻ എഴുതിയിട്ടുള്ളൂ, വൈ ഐ ആം നോട്ട് എ ബിലീവർ ടുഡേ എന്നുള്ളത്. 98 ഐ ലെഫ്റ്റ് ദ കോൺവെൻറ്റ്. ഞാൻ പോരുമ്പോൾ കൊന്തയും ബൈബിളും ഒക്കെ എടുത്തുകൊണ്ട് ഒരു സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ കൂട്ടിയത് ആ കൊന്തയായിരുന്നു. നമ്മൾ ചെറുപ്പം മുതലുള്ള ആ പ്രാർത്ഥനകളും ഞാൻ ഇനി എങ്ങോട്ട് പോകുമെന്നുള്ള മുകളിലോട്ട് മാത്രമേ ചോദിക്കാൻ ആളുണ്ടായിരുന്നുള്ളൂ. ദർ വാസ് നോബഡി എൽസ്. എനിക്ക് പേരൻസിൻ്റെ നിന്ന് കിട്ടിയ ലെറ്റർ ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളോ പെങ്ങളോ ഇല്ല, എവിടെ പോയി തൊലഞ്ഞാലും വി ഹാവ് നോ പ്രോബ്ലം എന്നുള്ള മെസ്സേജാണ് എനിക്ക് കിട്ടിയത്. സോ ഐ ന്യൂ ദാറ്റ് എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റില്ല എന്ന്. അതിന് ഐ വെയ്റ്റഡ് അലോൺ. അപ്പോൾ ഉള്ള ഒരു സപ്പോർട്ട് നമുക്കറിയാവുന്ന പ്രാർത്ഥനകളും ജീസസ് ക്രൈസ്റ്റും മാത്രമാണ്. ദെൻ ആഫ്റ്റർ 2 years ഒമാനിൽ ടീച്ചറായിട്ട് ജോലി കിട്ടി. ഐ വെൻറ്റ്. അപ്പോഴും ബൈബിള് കൊണ്ടുപോകാൻ പാടില്ല ടു ഒമാൻ, ബൈബിൾ കൊണ്ടുപോകാൻ പാടില്ല. ബട്ട് ഐ തിങ്ക് ആ പേജ് അങ്ങാണ്ട് ബൈബിൾ എന്നുള്ള പേജ് കീറി കളഞ്ഞിട്ടുള്ളി ദിസ് പോർഷൻ കൊണ്ടുപോയി വിത്ത് കൊന്ത. ഒരു സപ്പോർട്ട് സിസ്റ്റം, കോൺസലേഷൻ തിയറി എന്ന് പറയുന്നത് കറക്റ്റാണ്. അപ്പം ആകെയുള്ള കോൺസലേഷൻ അതാണ്. ദെൻ അപ്പോഴൊക്കെ ഫെയ്ത്ത് ഉണ്ട്, പ്രാർത്ഥിക്കും. ഞാൻ വിളക്ക്, ഒരു ലാമ്പ് കത്തിച്ച് പ്രാർത്ഥിക്കുവാണ്. ഒരു ഈജിപ്ഷ്യൻ ടീച്ചറാണ് എൻ്റെ മുറിയിൽ. ഷീ ബിലോങ്സ് ടു ഇസ്ലാം ഫെയ്ത്ത്. ഞാനൊരു ഇങ്ങനെ ഒരു തിരി കത്തിച്ച് ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുന്ന ഈവനിങ്ങിൽ, അവരുടെ റമദാൻ മാസമാണ്, അവർക്കതൊരു ഭയങ്കര ഹറാമായിരുന്നു. എന്നോട് പറഞ്ഞു മേരി പുട്ട് ഫയർ. അത്ര ഇംഗ്ലീഷ് അവർക്കറിയായിരുന്നു. മേരി പുട്ട് ഫയർ എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ മുറിക്ക് തീയിട്ടെന്ന അർത്ഥം. അവരുദ്ദേശിച്ചത് ഞാൻ വിളക്ക് എത്തിച്ചു പ്രാർത്ഥിച്ചു എന്നാണ്. സോ അത് എന്നോട് ഊതിക്കളയാൻ പറഞ്ഞു. ബൈബിളൊക്കെ എടുത്ത് എറിയാൻ നോക്കുവാണ്. ദെൻ ഫസ്റ്റ് ടൈം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുവാണ് ആ റൂമിൽ ഇൻ ഒമാൻ. ദെൻ നെക്സ്റ്റ് ഡേ പ്രിൻസിപ്പളിനോട് ഞാൻ കാര്യം അവതരിപ്പിച്ചപ്പോൾ, അവർ ഇന്ത്യയിൽ പഠിച്ച ലേഡിയായിരുന്നു. ഷീ ടോൾഡ് മീ അവർക്കതൊരു ഹരാമാണെങ്കിൽ നീ മാറ്റി വെച്ചേരെ, ഇപ്പം ചെയ്യണ്ട, ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ് യു എന്നും പറഞ്ഞ് അവർ പാസിഫൈ ചെയ്തു. അന്നും മാറ്റിവെച്ച് വേണേൽ പ്രൈവറ്റ്ലി ഇൻറ്റേർണൽ പ്രേയേഴ്സൊക്കെ ചെയ്ത് കാണും. അതിനുശേഷം ആഫ്റ്റർ മെനി ഇയേഴ്സ് തിരിച്ചു വന്ന്, ഞാൻ ഒമാനിൽ നിന്ന് ടെർമിനേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന് താമസിക്കുമ്പോൾ ഐ ബിഗാൻ ടു റീഡ് ഓഷോ. അപ്പോഴാണ് കേരളത്തിൽ താമസിക്കുന്നതും വായിക്കുന്നതും ബുക്സൊക്കെ ആക്സസിബിൾ ആയിരുന്നതൊക്കെ. അതുവരെ ഐ ഹാഡ് നോ. എൻ്റെ ബ്രദറിനോ എന്നോട് പറഞ്ഞത് നിലാവ് കണ്ട കോഴിയെ പോലെ ഇറങ്ങി വന്നെന്നാണ്. സോ റിയൽ കോഴി, ഐസൈഡ് കൂവാൻ അറിയാത്ത കോഴി. പിന്നെയാണെങ്കിൽ അങ്ങനെ ഓരോന്നോരോന്ന് വായിച്ചു വരികയും, ഈ മതം വിട്ടുപോകാൻ അത്ര എളുപ്പമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എസ്പെഷ്യലി വിമൻ ബ്രെയിൻ വാഷ്ഡ്. ആൻഡ് കോൺസലേഷൻ തിയറി ഏറ്റവും കൂടുതൽ വേണ്ടത് അവർക്കുമാണ്. ബിക്കോസ് സൊസൈറ്റിയിൽ അവർക്ക് കോൺസലേഷൻ കുറവാണ്. ഈ ലാസ്റ്റ് മേ ബി ഒരു 10 years ആയിട്ടുള്ളൂ മതം സ്ലോലി, മഠം എന്നിൽ നിന്ന് പതുക്കെ തീരുമാനമെടുത്തിങ്ങനെ പോയതുപോലെ മതം സ്ലോലി എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോയതാണ്. കുർബാനയ്ക്ക് പോകാതെയായി. കുമ്പസാരം പണ്ടേ ഐ ഹേറ്റഡ്. ഞാനായിട്ട് പാപം ചെയ്യുന്ന പ്രീസ്റ്റ് കുമ്പസാരിക്കുകയും വേണ്ട, ഞാൻ അയാളുടെ മുമ്പിൽ പോയി നെക്സ്റ്റ് ഡേ കുമ്പസാരിക്കണം. ഐ ഹാഡ് ബാഡ് തോട്ട്സ്, ഐ ഹാഡ് ബാഡ് ഇങ്ങനെ ചെയ്തെന്നും പറഞ്ഞ്. സോ കുമ്പസാരം എന്ന കൂടെന്നും ഞാൻ എഴുതിയിട്ടുണ്ട്. ദാറ്റ്സ് ദ വേഴ്സ്റ്റ് തിങ് അഗെയിൻസ്റ്റ് ഡിഗ്നിറ്റി. After that, I never confessed or knelt in front of a priest to say that I did this and that. So ഒരു few years ആയിട്ടുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കൂട്ടായ്മ വന്നിട്ടും എഴുതിയിട്ടും. ഇതിൽ എഴുതാൻ തന്നെ എനിക്ക് ഭയമുണ്ടായിരുന്നു. ഒരു ഓഷോ പിക്ചർ എൻ്റെ വീട്ടിൽ എങ്ങനെയോ അമ്മ ഒരു പ്രാവശ്യം കണ്ടു. അപ്പോൾ പറഞ്ഞു ഏതോ ഒരു ഗുരുവിൻ്റെ കൂടെ അവൾ കർത്താവിനെയും അല്ല മതവും വിട്ടു, അച്ഛനും ഇല്ല, പട്ടക്കാരനും ഇല്ല, പള്ളിയില്ലാത്ത ഒരു ലൈഫ്. ദാറ്റ് ഈസ് സോ ടെറിബിൾ ഫോർ ക്രിസ്ത്യൻസോ സോ കോൾഡ് ബിലീവേഴ്സോ മദേഴ്സിനൊക്കെ. മതം വിട്ടതോ പിന്നെ പോട്ടെ, മതം കൂടെ വിട്ടാൽ പിന്നെ യു ആർ ജസ്റ്റ് ഗോൺ ഫ്രം ദി എർത്ത് ആൻഡ് ഇൻ നിത്യ നരകം. ബട്ട് ഐ എം സോ ഹാപ്പി ടുഡേ. ഐ എം നോട്ട് ഇൻ നരകം, ഐ എം എൻജോയിങ് മൈ ലൈഫ്. ഉൾവിളി ആയിരുന്നു എന്നാണ് ചോദ്യം.
സോ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണത്. എനിക്ക് ദൈവത്തിൻ്റെ അല്ല പരിശുദ്ധാത്മാവിൻ്റെ ഉൾവിളി വന്നു, മോളെ നീ വരൂ, നീ കർത്താവിൻ്റെ മണവാട്ടിയാകൂ. ദാറ്റ് ഈസ് അതിനുവേണ്ടി ഒരു പരിവേഷം ചാർത്തി കൊടുത്ത വാക്കുകളാണ് അതൊക്കെ. അവൾ മടത്തി പോകുന്നു, കർത്താവിൻ്റെ ദൈവവിളി എന്നുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതാണ്, ദൈവം ഇപ്പോൾ ഈ മോഡേൺ ജെൻസിയുടെ കാലത്ത് ദൈവം ഇപ്പോൾ വിളി നിർത്തിയോ? വായ്? ദൈവമാണെങ്കിൽ ഇന്നും വിളിച്ചുകൊണ്ടേ ഇരിക്കണ്ടേ? ബിഷപ്പുമാർ പറയാറുണ്ടല്ലോ, 5 മക്കളെ പ്രൊഡ്യൂസ് ചെയ്യൂ, 1500 രൂപ തരാം. സോ അപ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ കന്യാസ്ത്രീകൾ ആൻഡ് പ്രീസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തോ, ഞങ്ങൾക്ക് ഇത്രേ പാലിക്കാനുള്ള കഴിവുള്ളൂ. ഈയിടെ ഒരു ബിഷപ്പ് എന്താണ് യൂത്തിനോട് പറഞ്ഞത്? 18 മുതൽ നിങ്ങൾ പ്രേമിക്കൂ, 25 ആവുമ്പോൾ മുതൽ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങൂ എന്നാണ്. ഇത് ഉൾവിളിയാണോ ദൈവവിളി എന്നുള്ളത്? ഇറ്റ് ഈസ് സിംപ്ലി ഹ്യൂമൻ മെയ്ഡ്, മാൻ മെയ്ഡാണ്. ദൈവവിളി എന്നുള്ള വാക്ക്, ഉൾവിളി എന്നുള്ള വാക്ക്, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം, ഓൾ ദാറ്റ് ഈസ് മാൻ മെയ്ഡ് കോൺസെപ്റ്റാണ്. അത് തിരിച്ചറിഞ്ഞാൽ പിന്നെ യു കാൺ ബി ഇൻ റിലീജിയൻ. മാഡം, നമ്മളൊക്കെ എത്രയൊക്കെ എനർജീസ് ആയാലും കത്താനായിട്ടൊരു സ്പാർക്ക് വേണം. പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഒരു ഡ്രാസ്റ്റിക് ഡിസിഷൻ എടുക്കേണ്ടി വരും, അതിൻ്റെ സ്പാർക്ക് വേണം. എന്തായിരുന്നു ആ സ്പാർക്ക്? ഒരു ചെറിയ തീ, ഇങ്ങനെ ഒരു അടുപ്പാണെന്ന് വിചാരിക്കാം. ഈയിടെ എന്നോട് ഒരു ലേഡി പറയുക ചെയ്ത്, പണ്ട് തീ വാങ്ങാൻ അയലോക്കത്ത് പോകണമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അടുപ്പിനകത്ത് തീ ഇങ്ങനെ വെച്ചിട്ട് അത് രാവിലെ ഊതി അന്ന് തീപ്പെട്ടിയില്ല, ഊതി അത് തീയാക്കണമായിരുന്നു എന്ന്. അതുപോലെ സ്പാർക്ക് എന്ന് പറഞ്ഞാൽ ഓൾ 20 years വിതിൻ അതിനകത്ത് ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഫൈൻ മോർണിംഗ് ആ സ്പാർക്കിൽ നിന്ന് പതുക്കെ അത് വരുവാണ്. ദെർ ആർ സോ മെനി നൺസ് ഹു ഫീൽ ഇൻസൈഡ്. സിസ്റ്റർ ലൂസി പറയുന്നുണ്ട്, സമൂഹത്തിൽ നല്ല സാഹചര്യവും അക്സെപ്റ്റൻസും ഉണ്ടെങ്കിൽ എത്രയോ പേര് പുറത്തു വരുമെന്ന്. ഷീ ഹാസ് പബ്ലിക്കലി സെഡ് ദാറ്റ്. അതുപോലെ പുറത്തു വന്നാലുള്ള ബുദ്ധിമുട്ട്. ഞാൻ എൻ്റെ തന്നെ ഒരു ബന്ധു കന്യാസ്ത്രീയോട് ചോദിച്ചു, ഞാൻ സഹായിക്കാം, ഞാൻ സപ്പോർട്ട് ചെയ്യാം, പുറത്തു വരുന്നോ? അപ്പോൾ അവരെന്നോട് പറഞ്ഞ്, നിൻ്റെയൊക്കെ ഗതി കണ്ടാൽ ആരെങ്കിലും വരുമോ തിരിച്ച്? ദ വേ ദ ഫാമിലി ട്രീറ്റഡ് മീ, സൊസൈറ്റി ട്രീറ്റഡ് മീ. അതൊന്ന്. രണ്ടാമത് ഷീ സെഡ്, ഇനിയിപ്പോൾ 50 വയസ്സൊക്കെ കഴിഞ്ഞു, ഞാൻ ഇതിനുള്ളിൽ എൻ്റെ ശിഷ്ടകാലം കഴിച്ചു പോയിക്കൊള്ളാമെന്ന്. അങ്ങനെ ദർ ആർ സോ മെനി നൺസ് ഹൂ ലീവ് ദാറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ബുക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന അവർക്കും കൂടെ വേണ്ടിയാണ്. 15-ാം വയസ്സിൽ കന്യാസ്ത്രീ മഠത്തിൽ ചേർന്നവർക്കായി, അനുസരണം, ദാരിദ്ര്യം വ്രതമായി ജീവിക്കുന്ന 1000 കന്യാസ്ത്രീകൾക്കായി, 2 പതിറ്റാണ്ട് കോൺവെൻറ്റ് മതിലുകൾക്കുള്ളിൽ എനിക്ക് കൂട്ടായിരുന്ന ക്രിസ്തുവിൻ പ്രിയ സഖികളെ, നിങ്ങൾക്ക് വിട എന്നാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. തിയോളജി പഠിച്ച ആ കാലയളവുണ്ടല്ലോ, അല്ല നമ്മുടെ കുറേ ടൈം അതിനു വേണ്ടി വിനിയോഗിച്ച് കാണുമല്ലോ. അപ്പോൾ അത് ഇറ്റ് വാസ് ഷിയർ വേസ്റ്റ് എന്നുള്ള രീതിയിൽ, കാരണം ഈ തിയോളജി എന്ന് പറയുന്നത് വെറും ഒരു റബ്ബിഷാണ്. അങ്ങനെയൊക്കെ ബെട്രാൻഡ് റസ്സൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വേദം പഠിച്ച ഈ EMS പറഞ്ഞിട്ടുണ്ട്, വേറെ പലരും പറഞ്ഞിട്ടുണ്ട്. ഉണിത്തിരി എന്ന് പറഞ്ഞ ഒരാൾ, പുള്ളി ഇതുപോലെ പഠിച്ച ആളാണ്. അതുപോലെ NVK നമ്പൂതിരി, അവരെ പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, അവരുടെ ആ കാലയളവ് അവരൊക്കെ പഠിച്ചവരാണ്, ഈ വേദം പഠിച്ചവരാണ്. അപ്പോൾ അത് ഈ തിയോളജി ഏത് റിലീജിയനിലാണെങ്കിലും അതൊരു റബിഷാണ്, അത് എൻ്റെ അത്രയും കാലയളവ് പാഴായിപ്പോയി, വേസ്റ്റായി എന്ന് തോന്നുന്നുണ്ടോ? ക്രിസ്ത്യൻ തിയോളജി പ്രീസ്റ്റ്ഹുഡിന് വേണ്ടി പഠിക്കുന്ന 5 yearsആണ്. ഞങ്ങൾ കുറച്ച് നൺസിനെ അതിലേക്ക് വിടുവാണ്, കന്യാസ്ത്രീ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയും മഠത്തിൽ തിരിച്ചു വന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടിയും. സോ 5 years, 2 years ഫിലോസഫി ആൻഡ് 3 years തിയോളജി പൂനെയിൽ പഠിക്കുകയാണ്. ദാറ്റ് ടൈം മഠത്തിൽ നിന്ന് പോരണമെന്ന് വിചാരമൊന്നുമില്ല. ഞാൻ കന്യാസ്ത്രീ മഠത്തിൽ തിരിച്ച് ചെന്ന് പഠിപ്പിക്കേണ്ട ആളാണ് എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് അത് പഠിക്കുന്നത്. നല്ല ഗ്രേഡൊക്കെ വാങ്ങി ഞങ്ങൾ പാസ്സായി. അതിനുശേഷം മടങ്ങുന്ന കാര്യം, അവിടുന്ന് തിരിച്ചു പോരുമ്പോഴൊക്കെ ഞാൻ എഴുതിയിരുന്നത്, അവർ പ്രീസ്റ്റ് ആവുന്നു, ഞങ്ങൾ വീണ്ടും പ്രീസ്റ്റിൻ്റെ ആ ഊറാല തൂക്കാനും അവരുടെ ഹന്നാൻ വെള്ളക്കുപ്പി പുറകെ കൊണ്ടു നടക്കുന്ന കന്യാസ്ത്രീകളാണ്. സെയിം ഡിഗ്രി ബെറ്ററായിട്ട് പഠിച്ച് ബെറ്റർ ഗ്രേഡ് വാങ്ങിയ സ്ത്രീകൾക്ക് പ്രീസ്റ്റിനുള്ള അധികാരവും ഇല്ല. ദേ ആർ സ്റ്റിൽ ബിഹൈൻഡ് ദ മെയിൽ പ്രീസ്റ്റ്. അന്ന് അത് പഠിച്ചപ്പോൾ യൂസ്ലെസ് ആണെന്ന് തോന്നിയിരുന്നില്ല. അത് പഠിച്ചപ്പോൾ ബൈബിൾ ഹിസ്റ്ററി, ചർച്ച് ഹിസ്റ്ററി, അതർ റിലീജിയൻസ്, കാനൻ ലോ എല്ലാം എന്നെപ്പോലെയുള്ള കുറച്ച് സ്ത്രീകൾക്ക് മനസ്സിലായതുകൊണ്ടും
ഗ്രാജുവലി അതെന്നെ മഠം വിട്ടുപോരാനും മതം വിട്ടുപോരാനും സഹായിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഗുണമുണ്ടായെന്നർത്ഥം.